ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ അച്ഛനും മോളും രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയോ ഒരു കളി തമാശ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. എന്തൊക്കെയാ പ്ലാൻ? എവിടെ? ഇന്ന് ആൽവാദിയിലൊന്ന് പോയി നോക്കിയാലോ, കാരണം നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല. ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? എപ്പോ? ലഞ്ച് കഴിക്കാം. എനിക്ക് ഓർമ്മയില്ലല്ലോ. നമ്മൾ വന്ന സമയത്താണോ? എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പ് എന്തോ നമ്മൾ കഴിച്ചു തോന്നുന്നു അവിടെ നിന്ന്. അറിയില്ല, എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആരാധ്യ, ഏട്ടാ ഇതാ ഞാൻ പറഞ്ഞുതരാം അയാൻ. അപ്പം ഈ ലൈനിൽ എവിടെയാണ് ഡേ ടു ഡേ വരുന്നത്? നമുക്കേ കുറച്ച് വെയിലൊക്കെ പോയതിന് ശേഷം പോയാലോ? അല്ല, എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഇത് ഭയങ്കര രസമുള്ള സ്ഥലമാണ്, കാരണം അടുത്ത് കുറേ സൂപ്പർ മാർക്കറ്റ്സും റെസ്റ്റോറൻറ്റ്സും സലൂൺസും അതേപോലെ നഴ്സറി കടകളും അങ്ങനെ കുറേ അത്യാവശ്യം നമുക്ക് വേണ്ട താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രോപ്പർ ദുബായിനെക്കാട്ടിലും എനിക്ക് ഈ ഒരു സ്ഥലമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. അപ്പം ഞങ്ങൾ വേഗം പോയി ഫുഡ് കഴിച്ചിട്ട് വേഗം വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അധികം നേരം ഈ വെയിലത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ നിൽക്കണ്ടില്ല, കാരണം അമ്മാതിരി വെയിലാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പത്ത് തന്നെ എൻ്റെ മോള് പെട്ടെന്നൊരു വണ്ടി കണ്ടു. അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണത്, കാരണം ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പാട്ട് പാടാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് നേരം വണ്ടി ഓടിക്കഴിഞ്ഞപ്പോൾ അവൾ ഹാപ്പി, നമ്മളും ഹാപ്പി അല്ലേ? നമ്മുടെ മക്കൾ ഹാപ്പി ആയിട്ടിരിക്കില്ല, കാണാൻ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ നേരിട്ട് അധികം വൈകാതെ നേരെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട്, അധികം ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരാട്ടോ ഞങ്ങളപ്പോൾ. അത്യാവശ്യം ചോറ് കാര്യങ്ങളൊക്കെ മതി നമുക്ക്, വേറെ ലാവിഷായിട്ടുള്ള ഫുഡൊന്നും വേണ്ട നമുക്ക്. വേഗം നമുക്ക് ചോറ് കഴിച്ചിട്ട് വേഗം നമുക്ക് വീട്ടിലേക്ക് പോയി ഒന്ന് കിടന്നുറങ്ങണം എന്നുണ്ട്. നമുക്ക് വേറൊരു വ്ളോഗ് അങ്ങനെ എടുക്കാം, പാട്ട് പാടുന്നത്. ഇന്ന് സെലക്ട് ചെയ്യോ? ചിക്കൻ ഫ്രൈഡ് മതി. അത് മതി. നമുക്കൊരു കാര്യം ചേട്ടാ, വെയിൽ പോയതിന് ശേഷം നമുക്ക് ആ ഡേ ടു ഡേയിലൊന്ന് പോയിട്ട് നോക്കാം. നമ്മളിവിടെ വന്നതിന് ശേഷം എനിക്ക് ഇതുവരെയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. ബാക്കി നെക്സ്റ്റും നമ്മൾ പോയിട്ടുണ്ട്, ലുലു പോയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടും എനിക്ക് തോന്നുന്നു, അറിയില്ല, ഡേ ടു ഡേയിലൊന്നും പോയി നോക്കാം. അപ്പം എന്തെങ്കിലും നമുക്ക് നല്ല ഓഫറിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അവിടെ എന്ന് വെച്ചാൽ അവിടെ പോയി നോക്കാം. നമുക്ക് എന്തായാലും വെയിലത്ത് പോകാൻ പറ്റില്ല. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഷാർജ നമ്മൾ ഉള്ളിലേക്കൊക്കെ പോകുമ്പോഴേ കുറച്ചും കൂടി നല്ല ഇതൊക്കെ കിട്ടാറുണ്ടോ, ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇപ്പോൾ ചൂട് തുടങ്ങി. ഇനിയിപ്പോൾ രാവിലേക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങണമെങ്കിൽ രാത്രിക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. രാവിലെ ഒന്നും പറ്റില്ല. ഇവിടെ സ്കൂളിൽ നിന്ന് പിക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട്ടിൽ പോയി നിൽക്കേണ്ടി വരാറില്ലേ? ആരാധ്യ പൊക്കോളൂ പർച്ചേസിങ്. ഒരു കവറും തരും, പിന്നെ ഒരു ബിഗ് ഷോപ്പറും തരും, പൈസ കാർഡും തരും. പോയിട്ട് വരണം കേട്ടോ. എന്താണ്ടത്? ചൂടോ? യു ഷുഡ് ഡ്രിങ്ക്. ചൂട് വെള്ളം കുടിക്കണം. ഞാൻ ആരാധ്യയുടെ പ്ലാൻ എന്താ? വൈകുന്നേരം പാർക്കിൽ പോവാം. നമുക്ക് വേറെ പ്ലാനൊന്നുമില്ല, നമുക്ക് പാർക്കിൽ പോവാം, കളിക്കാം.
അങ്ങനെ ഞങ്ങളുടെ ചോറ് എത്തിട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ നാടൊക്കെ മിസ് ചെയ്യുന്ന ഒരു സമയം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ ഡേ ടു ഡേ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണിയായിട്ടോ. ഈ സമയത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ രസം തന്നെയാണ്. അപ്പോൾ വേഗം ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ. ബൈ.